പലരും കരുതിയിട്ടുണ്ടാവും ഇത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പിക്സാർട്ടിലൂടെ നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ കാണുന്നത് പോലെയുള്ള ഈ പിക്ചർ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ലൈറ്റ്നിങ്, അതായത് രണ്ട് ഗ്രേഡിയൻ്റ് ഉള്ള ലൈറ്റ്നിങ് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് പിക്സാർട്ടാണ്. അപ്പോൾ നമുക്ക് പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് പിക്ചറാണോ അതുപോലെ നമുക്ക് രണ്ട് കളർ ഷെയ്ഡിങ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഈ പിക്ചറാണ് എടുത്തിട്ടുള്ളത്. ടോവിനോ തോമസിൻ്റെ ഒരു പിക്ചറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അടിയിലുള്ള ഈ ഓപ്ഷൻസ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ബ്രഷ് എന്ന് പറയുന്നത്, ഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷന്. അതിൽ ഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ എൻഡിലായിട്ട് താഴെ ഭാഗത്ത് ഒരു ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ലെയറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പുതിയ ലെയർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏത് ടൈപ്പിലുള്ള കളേഴ്സിലുള്ള കളർ ഗ്രേഡിയൻ്റ് ആണ് രണ്ട് സ്ഥലത്തും വേണ്ടതെന്നുള്ള ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ ഒരു ബ്ലൂ റെഡ് ഷെയ്ഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റെഡ് ഷെയ്ഡ് ആദ്യം തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്രഷിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ സൈസ് ഫുള്ളിൽ ഇട്ടതിന് ശേഷം ഒപ്പാസിറ്റി ഒരു 45 സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ഒരു പിക്ചർ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ ഈ ലെയറിലാണ് നമ്മൾ വരയ്ക്കുന്നത്. നമ്മൾ ഒരിക്കലും ഈ പിക്ചറിൻ്റെ ലെയർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതിനുശേഷം ഇവിടെ 3 ഡോട്ട് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് വലുതാക്കി കൊടുക്കുക. ഇപ്പം ഞാൻ ഈ ഒരു സൈഡിൽ റെഡും ആണ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. നമുക്ക് എത്രത്തോളമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുതിയ ലെയർ കൂടി വേണം. അതിനിവിടെ പ്ലസ് ഐക്കണിൽ കൊടുത്തതിന് ശേഷം എംപ്റ്റി ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു ലെയർ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്ലൂ കളർ ഷെയ്ഡാണ് വേണ്ടത്. അതിനായിട്ട് ഈ ഒരു റെഡ് കളറിൻ്റെ അവിടെ ഒരു ബ്ലൂ എന്നുള്ള ഷെയ്ഡ് ഒന്ന് ആക്കി കൊടുക്കുക. ഓക്കെ, നമ്മുടെ ബ്രഷ് നേരത്തെ സെറ്റ് ചെയ്ത് വലിച്ച പോലെ തന്നെ ചെയ്താൽ മതി. അതിനുശേഷം നമ്മളൊരു വര കൂടി ഇവിടെ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ 3 ഡോട്ടിൽ പോയിട്ട് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് വലുതാക്കിയതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ലെയറിൽ ടച്ച് ചെയ്തതിന് ശേഷം അടിയിൽ നോർമൽ, ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. അതിൽ നോർമൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കും കിടക്കുന്നത്. അത് നമ്മൾ ഓവർലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തേത് എടുത്തതിന് ശേഷം നോർമൽ എന്ന് ഓവർലേ ആക്കി കൊടുക്കുക. ശേഷം ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് കാണാം നമ്മുടെ ഒരു കളർ ഗ്രേഡിയൻറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഫോട്ടോയിൽ നമ്മൾ കളർ ഗ്രേഡിയൻറ്റ് കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾ പലരും കരുതിയിട്ടുണ്ടാവും ഇത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ തന്നെ ലൈറ്റനിങ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരാം. ബട്ട് നമുക്ക് അത് അത്ര ഒന്നും നമ്മുടെ കയ്യിൽ സെറ്റപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെറും ഒരു പിക്സാർട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫോട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണാം. ബൈ.